പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ അടുക്കളയിലാണ്, പുറത്ത് നല്ല മഴയാണ്. നമ്മുടെ തുന്തുരു വന്നിട്ടുണ്ട്. തുന്തുരിന്റെ കൂട്ടുകാരൻ ജിതിനും വന്നിട്ടുണ്ട്. എന്തിട്ട് ഉണ്ടാക്കാൻ പോണ സാധനത്തിന്റെ പേര് പറയാം. തലപ്പാക്കെട്ട് ബിരിയാണി എന്നാണ് കേട്ടോ ഈ ബിരിയാണിയുടെ പേര്. അത് ജിതിന്റെ മാസ്റ്റർ പീസ് ഐറ്റം ആണ് കേട്ടോ. ജിതിന്റെ മാസ്റ്റർ പീസ് ഐറ്റം ഇപ്പോൾ വളരെ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് വീഡിയോ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ ആ സാധനം ഉള്ള ദിവസം അതിനാണ് ഏറ്റവും കൂടുതൽ ചെലവ് എന്നാണ് പറയണേ, അല്ലേ? അപ്പോൾ ഞാൻ ഇന്നാള് ഷോപ്പിലേക്ക് ചെന്നപ്പോൾ വേറെ സാധാ ബിരിയാണി വാങ്ങിക്കാനാ പോയത്. അപ്പോൾ ആ ബിരിയാണി ഇല്ല, ഈ ബിരിയാണി ഉണ്ടായിരുന്നു. അല്ല, ഇത് ചോദിച്ചിട്ടാണ് ഞാൻ ചെന്നത്. അത് ഒരു പ്രാവശ്യം ഞാൻ കഴിച്ചു. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞങ്ങൾ എവിടേക്കോ പോയിട്ട് വരുമ്പോൾ അവിടെ കയറിയപ്പോൾ അതവിടെ ഇല്ല. അപ്പോൾ സജീഷ് ഏട്ടൻ കടയിലുണ്ടായിരുന്നു. അപ്പോൾ സജീഷ് ഏട്ടനോട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞേ, അതുള്ള ദിവസം ബാക്കിയുള്ളതിന് ചെലവില്ല, അത് കാരണം അത് ചില ദിവസം ഉണ്ടാക്കാറില്ല എന്ന് പറഞ്ഞു. ചില ദിവസം പറഞ്ഞാൽ ശനി ഞായർ വെക്കില്ല, ബാക്കിയുള്ള ദിവസം ശനി ഞായർ ദിവസങ്ങളിൽ വെക്കാറില്ല. പിന്നെ അതിന് ഭയങ്കര വില കുറവാ. ആ, വില കുറവാണ് എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വാങ്ങിക്കണമെന്നില്ലല്ലോ, ടേസ്റ്റ് കൂടി ഉണ്ടാവണല്ലോ. വില കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പിന്നെ അധികം സാധനങ്ങൾ വേണ്ട, അപ്പൊ അതുകൊണ്ടാണ് അത്രയും വില കുറവ്. ആ അതെ, സാധാരണ ബിരിയാണിക്ക് 160, ഇതിന് 100 രൂപയുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റുമാണ്. അപ്പൊ ആ സാധനമാണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. ജിതിനാണെന്ന് ചെയ്യാൻ പോണത്. ജിതിനെ അറിയാത്തവരോട് പറയാണ്, ജിതിൻ ജഗ്ഗുന്റെ എന്ന് പറയണേ തുന്തുരിന്റെ ഫ്രണ്ടാണ്, ഒപ്പം തുന്തുരിന്റെ പാർട്ട്ണർ കൂടിയാണ്. രണ്ടാമതൊരു ഷോപ്പും കൂടി തുടങ്ങിയത് കാണിച്ചില്ല അന്ന്, അപ്പൊ പാർട്ട്ണർ കൂടിയാണ് കേട്ടാ. ജിതിനൊരു പേരുണ്ട്, ജിതിൻ എന്നല്ലല്ലോ വിളിക്കാറ്, പുഞ്ചിരി. അതെന്തുകൊണ്ടാണ് ആ പേര് വിളിക്കണേന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. നമ്മൾ 2 കപ്പ് ബസുമതി അരിയാണ് കേട്ടോ ഉപയോഗിക്കണേ. ചേട്ടൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ ശരിക്കും നഷ്ടം അറിയുന്നുണ്ട്. ചേട്ടൻ ഉണ്ടായിരുന്നു ഇപ്പം ഈ അരിയുടെ പേര് ഇതിൻ്റെ വിലയൊക്കെ പറഞ്ഞാനെ. അവിടെ തന്നെ പറയുന്നുണ്ട് 1 കിലോ അരിക്ക് 250 രൂപയാണെന്ന്. അപ്പൊ 2 കപ്പ് അരി കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന അരി ബസുമതി റൈസ് ആണ് കേട്ടോ. ജീരകശാല കൊണ്ട് ചെയ്യില്ലേ, അതെ. അപ്പൊ അത് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ ഈ അരി ഇഷ്ടമില്ലാത്തവർക്ക് അതുകൊണ്ട് ചെയ്യാട്ടോ, കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പൊ ആദ്യം തന്നെ കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. എത്ര സമയം വെക്കണം? ഒരു 20 മിനിറ്റ്. അപ്പൊ 20 മിനിറ്റ് ഇത് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അപ്പൊ അത് ചെയ്യട്ടെ, കഴുകി വെള്ളത്തിലിട്ട് വെക്കട്ടെ. അത് ഞാൻ ചെയ്തോളാം, നിങ്ങൾ വേറെ പരിപാടി ചെയ്തോ. അപ്പൊ ദേ അരി കഴുകി വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണ് കേട്ടോ. ഇവിടെ മാറ്റി വെക്കാം. ഈ ബിരിയാണി മട്ടനിലാണ് കൂടുതലും വെക്കാത്രേ. മട്ടൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. നമ്മളിപ്പോൾ ചിക്കനിലാണ് ഉണ്ടാക്കണം കേട്ടോ. അതെ, ഇത്രയ്ക്ക് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ 2 കപ്പ് അരിയല്ലേ എടുത്തിട്ടുള്ളൂ, അപ്പൊ അതിലേക്ക് ഇത്ര ചിക്കൻ മതി. നമ്മുടെ നാട്ടിലൊക്കെ കല്യാണങ്ങൾക്ക് വെക്കുന്ന ഒരു ബിരിയാണി ഇത്. കല്യാണം തലേദിവസമാണോ അതോ കല്യാണത്തിന്? അങ്ങനെയാണ് കേട്ടറിഞ്ഞിട്ടുള്ളത്. അവിടെ കടയില് വരുന്നവര് ചിലര് നമ്മുടെ നാട്ടിൽ പോയിട്ട് കഴിച്ചിട്ടുള്ളവരുണ്ടല്ലോ, അപ്പൊ അവര് വന്നിട്ട് പറയാറുണ്ട്. നാളെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, തലപ്പാക്കട്ട് ശരിക്കും അതുപോലെ തന്നെയാണോന്ന് ചോദിച്ചു. അപ്പൊ ടേസ്റ്റ് ചെയ്യാൻ കുറച്ച് കൊടുത്തു. അപ്പൊ ആൾ കഴിച്ചിട്ട് സെറ്റ് 2 എടുത്തോന്ന് പറഞ്ഞിട്ട് ആള് വാങ്ങിച്ചിട്ട് പോയി. മസാല ഇടണം. മസാലയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. അപ്പോൾ അത് ആദ്യം നമുക്ക് അരക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി ഉണ്ട്, വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇഞ്ചി കുറവും വെളുത്തുള്ളി കൂടുതൽ വേണം അരയ്ക്കുമ്പോൾ, കാരണം ഇഞ്ചിയുടെ ഇത് കുത്ത് ഭയങ്കര കൂടുതലാണ് വെളുത്തുള്ളിനായിട്ട്. അപ്പോൾ നമ്മൾ പേസ്റ്റ് ഒക്കെ അടിക്കുമ്പോൾ ഇഞ്ചി ഒരു എന്താ പറയുക 4/1 ഭാഗം ഇഞ്ചി, ബാക്കി വെളുത്തുള്ളി വേണം. ബാക്കി പിന്നെ ഇത് അങ്ങനെ തന്നെ ഇടാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരക്കാം. ഓക്കെ, അപ്പോൾ ഇത് അരക്കട്ടെ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അടിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് കുറച്ച് മറ്റേ റൈസിലേക്ക് വേണം, അപ്പം അത് കാരണം കുറച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. മതി. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടു. ജിതിനല്ല എല്ലാ ദിവസവും ഉണ്ടാക്കാറുണ്ട്, ഒന്നും മിണ്ടാണ്ട് നിൽക്കണേ. അവന് ക്യാമറ കാണുമ്പോ പേടിയാ. ഇത് മുഴുവൻ മതി ആവശ്യത്തിന്. ഓക്കെ, നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അരിയാൻ പോണ. ആദ്യം തന്നെ പച്ചമുളക്. സ്പൈസിയാണെന്ന് ഇത്. അല്ലേ മുളകല്ല, ബിരിയാണി സ്പൈസിയാണെന്ന്. മുളക് എരിവുള്ളതാട്ടാ. സവാള
നിങ്ങളുടെ കത്തി പോലത്തെ ആയിരിക്കില്ല കേട്ടത്, മുറിച്ചോറായിരിക്കും. വിചാരിച്ച പോലെ പോണില്ല അല്ലേ? ഇതിലേക്ക് 1.5 സബോളയാണ് എടുക്കണേ കേട്ടാ. വലിയ സബോള അതാണ്. ഇനി എന്തിട്ടാ വേണ്ട? ഇതിലേക്കൊരു തക്കാളി. മല്ലിയില എത്രക്ക് എടുക്കൂ? അത് നമുക്ക് റൈസിലിടാം, ചിക്കൻ മസാല ചിക്കൻ ഇതാക്കും. അപ്പൊ അതിലും വേണം ഏകദേശം ഇത്ര വേണം. മല്ലിയില ഇത്രക്ക് വേണം കേട്ടോ. നമ്മൾ എടുക്കുന്നത് 2 കപ്പ് അരിയും കുറച്ച് ചിക്കനാണ്, അതിലേക്ക് ഇത്രയും മല്ലിയില വേണം. മല്ലിയിലും പുതിനയും നന്നായി വേണം അല്ലേ? തമിഴ്നാട്ടുകാരുടെ എല്ലാ കറിയിലും ഉണ്ടോ മല്ലിയിലും പുതിനയും? ഇത് അരിഞ്ഞിട്ടിടാനായിട്ട് ഇനി ഒരു പാത്രം വേറെ മല്ലിയില നമ്മൾ വാങ്ങിച്ചതാ, പുതിന ഇവിടെ ഉണ്ടായത് അല്ല ചേട്ടാ? അപ്പൊ ഇത്ര സാധനങ്ങളാണ് അരിഞ്ഞു വെക്കാനുള്ളത്. പേസ്റ്റ് അടിക്കാനുള്ളതെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ പാചകത്തിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. അതൊക്കെ മാറ്റട്ടെ. ഇനി സ്റ്റവ് വയ്ക്കാം അല്ലേ? അപ്പൊ ഈ പാത്രത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണ കേട്ടോ. ഇതിനൊരു പാത്രം ആവശ്യമുള്ളൂ. നമ്മുടെ ഹൈദരാബാദി ബിരിയാണിക്ക് ഉണ്ടാക്കണ പോലെ തന്നെ ഒറ്റൊരു പാത്രം വേണ്ട. ഇവര് കുറെ ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കുറച്ചുണ്ടാക്കുമ്പോ ഡൗട്ട് ഇവര് അങ്ങോട്ട് ചർച്ച ചെയ്യാ. നിങ്ങൾ തന്നെയല്ലേ ഉണ്ടാക്കാറ് അവിടെ? അതെ. സൺഫ്ലവർ ഓയിലാണ് നമ്മളിത് ചെയ്യണേ. ഓയിൽ ഒഴിച്ചു കേട്ടാ. ഇതില് പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, പിന്നെ തക്കോലത്തിന്റെ ഒരു കുഞ്ഞി പീസ്, പെരിഞ്ജീരകം, ഇത്രയും സാധനങ്ങൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇടണു കേട്ടാ. ഹൈറ്റ് കൂടുതലല്ലേ കുറച്ച്? ഇവര് മേശ ഉണ്ടാക്കിയത് കൊണ്ടുവന്നപ്പോ ഹൈറ്റ് ഭയങ്കര. ഓക്കെ. സബോള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ഇടണു കേട്ടാ. ഇത് വീഡിയോ കാണുമ്പോ ഏതാണ്ട് റാവുത്തർ ബിരിയാണി പോലെയാണ് തോന്നുന്നത്. റാവുത്തർ ബിരിയാണി എന്ന് പറഞ്ഞ ബിരിയാണി നമ്മൾ ഇട്ടുണ്ട്. അത് അതായത് ഇതൊക്കെ കൂടി ഒരുമിച്ചല്ലേ? അതും അങ്ങനെ തന്നെ. അത് നല്ല ഇഷ്ടം ജഗ്ഗുന്. അത് വേഗം ഉണ്ടാക്കലും കഴിയുമല്ലോ, കഴിക്കാനും. ജീരകശാലയിലാന്നോണ് ചെയ്യാറ്. അതെന്തുട്ട് അരിയില്ല നമ്മൾ ചെയ്ത ചേട്ടാ റാവുത്തർ ബിരിയാണി? ജീരകശാല തോന്നുന്നുണ്ട്. ഏതിൽ വേണേലും ചെയ്യാം അല്ലേ? നമുക്ക് എന്തെങ്കിലും ഒന്നും നമ്മുടെ ഒരു കയ്യൊപ്പ് ചാർത്തണമല്ലോ. ഈ തലപ്പാക്കെട്ട് ബിരിയാണി, ഒറിജിനൽ ബിരിയാണിയില് വേപ്പിന്റെ ഇല, കറിവേപ്പില ഉപയോഗിക്കില്ല. പക്ഷെ ഇവരിടുന്ന പറയണേ. എന്തോരം ഇടണം? ഒരു തണ്ട് മതി. ഒരു തണ്ട്. സബോള കണ്ട ഇതുപോലെ ഇട്ടാ കണ്ട നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞു വന്നു തുടങ്ങി. അപ്പൊ അതിലേക്ക് തക്കാളി ഇടുന്നു. കുറയ്ക്കണം അത്. പാത്രം ഉരുളി പോലെ അല്ലേ? ചൂടായി കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഭയങ്കര വെയിറ്റാ. നല്ല വെയിറ്റുള്ള പാത്രം. ഞാൻ അടുത്തായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടാ. കുറച്ചുകൂടി. തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടത്. ഇത് വേണ്ട അല്ലേ? അപ്പൊ എല്ലാ സാധനങ്ങളും നന്നായി വാടി വന്നപ്പോൾ തീ കുറച്ചു. ഇനി മസാലകൾ ഇടാൻ പോവാ. അടുത്തായിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഇടുന്നത്. ആ 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടു. നമ്മള്
ചിക്കൻ പരട്ടി വെച്ചതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പം ഇനി സാധാരണ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒന്നും ഇനി ഇടില്ല. ഇനി ഇടുന്നത് ചിക്കൻ മസാലയാണ് കേട്ടാ. ചിക്കൻ മസാലപ്പൊടി അതെന്താ പറയാ, 1 സ്പൂൺ 1.5 സ്പൂൺ ചിക്കൻ മസാല പൗഡർ ഇട്ടു. ഇനി ഗരം മസാലപ്പൊടി ഇടും, അതിടും. അപ്പം ഗരം മസാലപ്പൊടി ഇത്ര ഇടുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഈ ചിക്കൻ ഇടാം കേട്ടോ നമ്മൾ. തൈര് വലിയൊരു അറിയില്ല. ഇതിലേക്ക് തൈര് ഒഴിക്കണു കേട്ടാ. ഒരു 1.5 ചെറിയ കയ്യിലാട്ടോ, പരന്ന കയ്യില. പുളിയൊന്നുമില്ല. നമ്മളെ വീട്ടില് ഇവിടെ ഉണ്ടാക്കിയ തൈര് കഴിഞ്ഞു. ഇത് വാങ്ങിച്ച തൈര, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഓക്കെ, ഇത് അടച്ചു വെക്കണു കേട്ടാ. കളറില്ല, കളറ് വേണ്ട. ഏയ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ തുറന്നിട്ട്. ഉപ്പ് നമ്മൾ വേറെ ചേർത്തിട്ടില്ല കേട്ടാ. ചിക്കനിൽ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉപ്പ്. പിന്നെ മറ്റേ അത് വഴക്കണേലൊന്നും ഉപ്പിട്ടിട്ടില്ല. പിന്നെ ഇത് നോക്കിയിട്ടിടാം. ലാസ്റ്റിന് വെള്ളം ഒഴിക്കല്ലോ. അപ്പൊ നമ്മളൊന്ന് തുറന്ന് ഇളക്കാൻ പോവാണ് വീണ്ടും. വീണ കരിമിക്ക് വീണ. സാധാരണ ബിരിയാണി എന്ന് പറയുമ്പോൾ വറുത്തട്ടൊക്കെ അല്ലേ വെക്കല്ലേ. അങ്ങനെ ഇതിൽ ഉപ്പ് കുറവാന്നാ പറയണ ജിതിൻ. ഇതിന്റെ ഗ്രേവി നോക്കിയപ്പോ 1 സ്പൂൺ നിറച്ചിടണം. ആ ഓക്കെ, ഇടുന്നുണ്ട് കേട്ടാ. ഒന്നുകൂടി ഇടണം. ഇത്ര ഉപ്പിട്ടുണ്ട് കേട്ടാ. ഉപ്പിട്ടിട്ട് നമ്മൾ ഇളക്കുന്നു. വെള്ളം ഒഴിക്കാൻ. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കാൻ പോവാണ് കേട്ടാ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം വേണം. അപ്പം നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിക്കാൻ പോവാണ് ഇതിലേക്ക്. ഇത് പച്ചവെള്ളമാണ് കേട്ടാ. ചൂടുവെള്ളം വേണമെങ്കിൽ ഒഴിക്കാമല്ലോ. ആ, നാല് കപ്പ് വെള്ളം ഒഴിച്ചു. ഉപ്പ് നോക്കടാന്ന് വെച്ചാ തുന്തുരുക. നീ വെള്ളത്തില് നമ്മള് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ വെള്ളം അതിൽ ഉപ്പിടുക. എന്നിട്ട് തിളയ്ക്കുമ്പോ പിന്നെ അരി കഴുകി അത് ഊറ്റിയിട്ട് അരിയിടുക. ഉപ്പ് കുറച്ചുകൂടി വേണം. എന്താ വേണ്ടി വരും? ഇത് വേണ്ടി വരും. അത് കിട്ടും മതി. അപ്പോൾ ഉപ്പ് ഈ സമയത്ത് നമ്മൾ നോക്കുക. ഉപ്പൊക്കെ പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അടച്ചേക്കാം. തിളയ്ക്കുമ്പോൾ വേണമെങ്കിൽ അരി ഇടാൻ. അപ്പം അരിഞ്ഞ് ഊറ്റി വയ്ക്കണം. വെള്ളത്തിലിട്ട് സമയമല്ലേ, ഒരു 20 മിനിറ്റ് ഉണ്ടാവും. 20 മിനിറ്റ് ഉണ്ടാവും. 5 മണി പറയാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം ഊറ്റി കളഞ്ഞ് വെക്കാം. ജഗന്നാഥനാകയ. ഇത് നമ്മുടെ വെള്ളം തിളച്ചു. വെള്ളം തിളച്ച് കഴിയുമ്പോൾ എന്തോരം വേണം ഇടട്ടെ. ഒരു നല്ലോണം നിറച്ച് 2 സ്പൂൺ നെയ്യ് മതിയാ. ഇനി നമ്മൾ നേരത്തെ അരി വെച്ചിട്ടുണ്ടായിരുന്നു മല്ലിയില. ഇത്ര ഇടട്ടെ. മല്ലിയിലയും പുതിനയിലയും പകുതി ചേട്ടാ. അരിഞ്ഞ് വെച്ചതിൻ്റെ പകുതി ഇട്ട് കൊടുക്കണം. മേലിടാം. ഇത് ഇട്ടു. ഇനി റൈസ്. നമ്മൾ അരി വെള്ളം എന്നിട്ട് പറയാ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അരി. അത് ഇതിലിടണു കേട്ടാ. അപ്പോൾ അരി ഇട്ടു. തിളച്ചുടങ്ങി. ഇനി ഇത് മൂടി വയ്ക്കുക.
ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ജിതിന് എന്തൊട്ട് ഡൗട്ട് വെച്ചെങ്കിൽ ഇവർ കൂടുതൽ വെക്കുമ്പോൾ ഈ അരിയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ വെക്കും തോറും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. കൂടുതൽ അരി ആണ് വേവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം മതി വേവാൻ. ഇതിപ്പോൾ കുറവ് അരി ആയതുകൊണ്ട് നമ്മൾ 2 കപ്പ്, 1 കപ്പിന് അരിക്ക് 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ വേവോ എന്ന് ഡൗട്ട് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കുറവാണെങ്കിൽ വെള്ളം വറ്റി വരെ അനുസരിച്ചിട്ട് അരി വേവുന്നില്ല എന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ഒഴിക്കേണ്ടി വരും. ഇത് ഇടയ്ക്കൊന്ന് ഇളക്കിയിടണം കേട്ടാ. ദാ ചിലപ്പോ ഈ വെള്ളത്തിൽ വേവുമായിരിക്കും കണ്ടിട്ട്. അപ്പൊ ഇത് നല്ല വില കൂടിയ അരി ആയതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട്. പിന്നെ ഈ വെള്ളം മതിയാവും എന്നാണ് ജിതിന് ഇപ്പൊ പറയണത്. നല്ല വണ്ണം, നീളം വെച്ച് വണ്ണം വെച്ച് നല്ലതാ, നല്ല നീളം വെക്കത്. ഫ്രൈഡ് റൈസ്, ഹൈദരാബാദി ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാ. ഫ്രൈഡ് റൈസ് വെക്കാറുണ്ടല്ലോ ഇടയ്ക്ക്. ഒരു വട്ടം ഞാൻ അങ്ങോട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു വാങ്ങിച്ച്, നല്ല ഉണ്ടായിരുന്നു. ജഗ്ഗുന് ഒരെണ്ണം വാങ്ങിച്ചതാ, ജഗ്ഗുന് നല്ല ഇഷ്ടായി. ജഗ്ഗുനോട് തിരിയാലല്ലേ, ജഗ്ഗുന് വേണമെന്ന് പറഞ്ഞിട്ട് ഇടക്കിടക്കൊന്ന് വെള്ളം പറ്റാറുണ്ട്. അപ്പൊ ഇടക്കിടക്കൊന്ന് ഇളക്കി നോക്കണം. പറ്റാറുണ്ട്. തുറന്നു വെക്കൂ. ഇല്ല അല്ലേ? നോക്കി നോക്കിയേ. അരി വേവാറായൊന്നൊന്ന് നോക്കണം കേട്ടോ ഈ സമയത്ത്. ഇല്ലേ, ദമ്മിട്ട് കഴിഞ്ഞാൽ വെന്തോളത്. ദമ്മിടാനായിട്ടാ പിന്നെ മൈദയൊക്കെ കുറുക്കേണ്ടി വരും. ഒന്നും വേണ്ട, അത് ദമ്മിടാ ജസ്റ്റ് വെച്ചാ മതിയല്ലേ. പിന്നെ അടയ്ക്കണം. ഞാൻ അടയ്ക്കണില്ല കേട്ടാ. അപ്പൊ ഈ ഒരു ഇതായിട്ട് ഞാൻ ഇടണം. ഇപ്പൊ ദേ കണ്ട, ഈ ഒരു പരിവായിട്ട് ഇരിക്കണ സമയത്ത് ബാക്കി വെച്ചേക്കണ ആ മല്ലിയിലും പുതിനയിലും കൂടി നമ്മൾ ഇടാണ് കേട്ടാ. ഇനി നെയ്യ് എങ്ങനെ ഒഴിക്കൂ? വേണ്ട. മൂടട്ടെ, തീ കുറയ്ക്കണ്ടേ? ഇനി മൂടുന്നു. മൂടിട്ട് ചെയ്യാം. ചെറിയ തീയില് തീ കുറച്ചു. ഇനി ഒരു ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇനി ഇരുന്നിട്ട് വെന്തോളും. അപ്പൊ ഇത് സാധനം കഴിക്കാറായി ഇറങ്ങി. അപ്പൊ നമുക്ക് ഇതിലേക്ക് കൂട്ടി കഴിക്കാനായിട്ട് സർലാസ് ഉണ്ടാക്കണമല്ലോ. കണ്ട, അതിനുള്ള പാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ തുന്തുരുവിന്റെ കൈപ്പുണ്യല്ല കൈകരുത്ത് അറിയാൻ വേണ്ടിട്ട് മറ്റേ ഇത് കട്ടിയായിട്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള വേണ്ട, ഒരു സവാള. പിന്നെ എന്തിനു വേണ്ട? ഇനി പച്ചമുളക്. അപ്പൊ നീ ഒരു പച്ചമുളക് ഇല്ല, എരിവ് വേണ്ട. ഇതിൽ നല്ല എരിവുണ്ട്. അപ്പൊ അതിനകത്ത് എരിവ് വേണ്ട. ഓക്കെ. ഇത് മറ്റേ കുക്കുംബർ ആയതുകൊണ്ട് ഇതിന്റെ തൊലി കളഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത് മറ്റേ കുക്കുംബറ. ഏതാ? കുറച്ച് പക്ഷെ മൂത്തത് അമേരിക്കൻ. ലുലുലു പോയി വാങ്ങിച്ചത് ഞാൻ. എന്നാടിയിലത്തെ എനിക്ക് തിന്നാം, പുറത്തത്തെ അതും തിന്നാം. സവാള പകുതി മതിയിട്ടാ. ഇത് വേറെ രീതിക്കാ കെട്ടിയത്. കുക്കിംഗ് ചാനൽ തുടങ്ങാം. ASMR അരിയണ ശബ്ദമൊക്കെ. പാൽക്കപ്പൊക്കെ വന്നിട്ട് ഇനി ചെയ്താൽ മതി. പച്ചമുളക് അരിയുന്നു. ബിരിയാണി നല്ല എരിവുള്ള കാരണം തുന്തൊരു കൈ അഴിക്കോളോട്ടാ. അത് ഭയങ്കര എരിവാട്ടാ. അറിയാണ്ടെങ്ങാനും കണ്ണു തുടക്കിയ മൂക്ക് തുടക്കിയ ചില കഴിഞ്ഞു. ഇനി എനിക്ക് ഉപ്പിടാൻ പോണു കേട്ടാ. കത്തിരി ആവശ്യമില്ല. ഇനി തൈര് ഒഴിക്കണം കേട്ടാ.
തക്കാളി ഇടില്ലേ? ഏയ് ഉണ്ട്. മതിയില്ലേ? പറ്റി മതി മതി. അടിപൊളി ഉണ്ട് കേട്ടാ, അടിപൊളി ഉണ്ട് കേട്ടോ സാധനം. നല്ല ഇതിലരിയുമ്പോ എന്തൊരു ഭംഗിയല്ലേ ഇരിക്കണ കാണാൻ തന്നെ. അതില് മല്ലിയില വേണമെങ്കിൽ കേട്ടോ, മല്ലിയില ഉണ്ടായിരുന്നോ? മല്ലിയില ഉണ്ടോ ഇനി ചേട്ടാ? ഫുള്ള് എടുത്തോ അല്ലേ? മല്ലിയില വേണമെങ്കിൽ കേട്ടോ, എനിക്ക് നമ്മുടെ കയ്യിൽ ഇല്ലാത്ത കാരണം ഇടുന്നില്ല. വേണമെങ്കിലല്ല, ഇടണം എന്തായാലും. അതെ, ഇടണ കാര്യം ഓർമ്മയില്ല, അല്ലെങ്കിൽ നമുക്ക് കുറച്ചതിൽ നിന്ന് മാറ്റി വയ്ക്കായിരുന്നു. മോളുണ്ട് പറക്കിക്കാൻ തുറക്കണ്ട തുറക്കണ്ട തുറക്കണ്ട. ദമ്മിട്ട് വെച്ചേക്ക്. ജിതിൻ പറയണേ പാൽക്കപ്പയുടെ റെസിപ്പി പറഞ്ഞുതരാം ചേച്ചി ചെയ്തോളാൻ. ഞാൻ കുറച്ച് ഇവൻ തലശ്ശേരിക്കാരനാണ് കേട്ടാ. തലശ്ശേരി ബിരിയാണി അടിപൊളിയായിട്ടുണ്ടാകുത്ര. ശരിയല്ലല്ലോ, കോഴിക്കോടല്ലേ? വടകര തലശ്ശേരി തമ്മിൽ തൊട്ടടുത്തുള്ള സ്ഥലമല്ലേ? അയ്യോ സോറി. അതായത് വടകര കഴിഞ്ഞിട്ട് മാഹി, അത് കഴിഞ്ഞിട്ട് തലശ്ശേരി. മനസ്സിലായ? ഓ, ഇഷ്ടം പോലെ സാധനം കിട്ടില്ലേ? ആ അങ്ങനെയാണ് ഉദ്ദേശം. ഞാൻ വെച്ചാൽ അവിടെ കുറെ ടൈപ്പ് പലഹാരങ്ങൾ ഉണ്ടല്ലോ, അതാണ് പലഹാരങ്ങൾ പിന്നെ അറിയാൻ കുറെ അറിയോ. അത് അപ്പൊ അവിടെ വെക്കായിരുന്നില്ലേ നിങ്ങളുടെ ഫുഡ് സ്റ്റുഡിയോയില്? നമ്മളോടെ പോവില്ല, നമ്മളോടെ എല്ലാവർക്കും ഒരു ഉഴുന്നുവട, പരിപ്പുവട. അല്ല കുറേശ്ശെ വെച്ച് നോക്കി നോക്കി, ചിലപ്പോ വെറൈറ്റി ടേസ്റ്റ് അന്വേഷിച്ച് വരുന്നവര് ചിലപ്പോ ചട്ടിപ്പത്തിരി അങ്ങനത്തെ കുറെ സാധനം. പക്ഷെ കുറെ ബുദ്ധിമുട്ട് അത് ഉണ്ടാക്കാൻ. വടക്കപ്പാട്ട് ഈ വടകര പുതുപ്പണ അവിടെ ഒരു അമ്പലം ഉണ്ടായിട്ട് അച്ഛൻ വൈദ്യനാ, മറ്റേ അപസ്മാരൊക്കെ മാറ്റണം. ഇവന്റെ അച്ഛനാ. ഇവന് മരുന്ന് പറഞ്ഞു കൊടുത്താവാ വേണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവന് പാരമ്പര്യമായിട്ടുള്ള മരുന്ന് പറഞ്ഞു കൊടുക്കാൻ ചെപ്പോ നീ വേണ്ടെന്ന് പറഞ്ഞു. പാചകത്തിലാണ് താല്പര്യം നിനക്ക്. പിന്നെ ചേട്ടൻ അനിയൻ അവലൊരു അവർക്ക് എഴുതിക്കാൻ പറയില്ല. ആരോ വരുന്നുണ്ട്. അത് 10 മിനിറ്റ് നമ്മള് സിമ്മിലിട്ടു തുറക്കരുത്. എന്നിട്ട് നമ്മള് ഓഫ് ചെയ്തു. ഇനി 10 മിനിറ്റ് കൂടി ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടാ, തുറക്കാണ്ട്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കഴിക്കാൻ വേണ്ടി. ചൂടാറിയിട്ട് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടാ. ഇനിയിപ്പോ നമ്മള് തുറക്കാൻ പോണു. ആയി മനോഹരമായ കളറ്, ഭംഗിയുണ്ടല്ലേ? അങ്ങനെ ഇത് നമ്മൾ ഉപയോഗിക്കണ കാശ്മീരി മുളകിന് കളർ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നല്ല ചുവപ്പ് കളറിലിരിക്കും. നമുക്ക് ഈ അടുപ്പ് മാറ്റിയിട്ട് ഇവിടെ നിന്നിട്ട് കഴിക്കാം. ഒരു മിനിറ്റ് തുന്തിരി ഇളക്കണം കേട്ടാ. ദമ്മ് പൊട്ടിക്കുമ്പോൾ കറക്റ്റ് വേവായുണ്ട്. വെള്ളമൊന്നും വേറെ ഒഴിക്കേണ്ടി വന്നില്ല. തുന്തിരി ഇരിക്കുന്നു കേട്ടാ. പരത്തിയിരുന്നു. ഞാൻ മരത്തിരുന്നതല്ല, പരത്തിരുന്നു. ഇതെവിടേക്ക് വെച്ചോ? ഇവര് പിന്നെ എപ്പോഴും കഴിക്കണ ഇവർക്ക് ഇതിനോട് താല്പര്യം, വെറുപ്പാണ് ഇവർക്ക് കാണുന്നത് തന്നെ. എപ്പോഴും കണ്ട് അപ്പൊ ഞങ്ങള് സാർലാസ് എടുക്കണം. സുന്ദൂരിന്റെ സാർലാസ്. അച്ഛന്റെ തല എന്ന് പറഞ്ഞു. അച്ഛനിപ്പോ തല പൊക്കാൻ വയ്യാണ്ടായി. നമുക്ക് കഴിക്കട്ടെ? ഞാൻ കഴിക്കൂ. ഞാൻ ജഗ്ഗൂന് എടുക്കാം. അല്ല നീ ഇതിന്നെ കഴിച്ചോ? ജഗ്ഗുന്ന് കഴിച്ചോ? കുറച്ചെങ്കിലും കഴിച്ചു നോക്കണ്ടോ? അതന്നെ തുന്തുരു നല്ല ടേസ്റ്റ് ഉണ്ട്. തുന്തുരു കഴിക്കി. ഒരു പ്ലേറ്റ് അത് മതിയാ? രണ്ടാൾ കൂടി ഒരു പ്ലേറ്റ് മതിയാ? ഞാൻ കഴിക്കാം. എന്തായാലും ഞാൻ ഇതിൽ നിന്ന് തന്നെ ടേസ്റ്റ് ചെയ്യണ്ടെന്ന് വെച്ചാ.
ഭയങ്കര എരിവാടാ. പാവത്തിന് എരിവുള്ളൂ. ഞാൻ കാശ്മീരി മുളക് പൊടി തന്നെയല്ലേ നിങ്ങൾക്ക് എടുത്തത്? ഒരു സംശയം ഇല്ലേ? നല്ല എരിവില്ലേ? ചൂട് കൂടിയുള്ള കഴിഞ്ഞ കുമ്പിടീരെ പോലെ ചേട്ടാ അപ്പുറത്ത് ഇങ്ങനെ ആക്കണ്ട. നീ സാറിലാസം കൂടി നോക്കിയേ. ആ ശരിയാ. അടിപൊളി കേട്ടാ. നിങ്ങളൊക്കെ ഉണ്ടാക്കി കഴിച്ചോ? സുന്ദര ഒരു ഷോപ്പിലേക്ക് എന്നെ ഡ്രസ് ഉണ്ട് ഇല്ലേ? ആ കളറ് കാണാൻ ഇവരെ കടയിലിരിക്കുന്ന സാധനമാണ് ഭംഗി. നല്ല ചുവപ്പ് കളറിലിരിക്കാം. ടേസ്റ്റ് ഇതാട്ടാ. ചിലപ്പോ ഈ അരിയുടെ മാറ്റം ഉണ്ടാവും അല്ലേ? അരിയുടെ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇനി ഇവർക്ക് വേഗം പോണം. ഇവർക്ക് നാളെ കട തുറക്കണ്ടാണ്. അപ്പൊ ഇവരിന് ഉടനെ വരും. എന്നിട്ട് പറയാ പാൽക്കപ്പ വെച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ജിതിനെ. ഇവർക്ക് കുറെ സാധനങ്ങൾ വാങ്ങിക്കാൻ പോണം. അപ്പൊ തൊന്തൂരിന്റെ കടയില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കുരിച്ചറിന് 2 കടയുണ്ട് കേട്ടാ. അപ്പൊ അതന്നെ. ഇനി ഇത് ഉണ്ടാക്കി മെനക്കെടാനൊന്ന് വയ്യാന്നുള്ളവര് നേരെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കാം. ശനി ഞായറും ദിവസങ്ങളിൽ കിട്ടില്ല. ആ ദിവസം തലപ്പാക്കെട്ട് വേണമെന്നുള്ളവര് ബാക്കി ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ വരിക. ബിരിയാണി കഴിഞ്ഞു പിടിപിടുന്ന കഴിയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടാ. അടിപൊളിയുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ജഗ്ഗുവിന് ഇഷ്ടപ്പെട്ടു. സാരിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് നിർത്താം അല്ലേ? എന്തിട്ടാ നിർത്താൻ പോണത്? കഴിക്കലാണ്. ഞാൻ കഴിച്ചു നിർത്തുന്നില്ല. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി. അപ്പൊ നമുക്ക് നിർത്താം. അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി. നമസ്കാരം. ജഗ്ഗു കൈ